ഹലോ ഗൈസ്, അപ്പോൾ എന്താ പാട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി മുടി വെട്ടിട്ട് വരാം. എനിക്കാണെങ്കിലും എൻ്റെ ഉറങ്ങേണ്ട സമയമാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഈ സമയത്താണ് കിടന്നുറങ്ങുക. പിന്നെ മുടി വെട്ടാകുമ്പോൾ നമ്മുടെ കമ്പനിക്കാരെല്ലാവരും പെരുന്നാളായതുകൊണ്ട് എല്ലാവരും കൂടി പോയി ഒരുമിച്ച് പോയി മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി കയറി. ഞാൻ പിന്നെ വെട്ടാൻ പോണ മുടിനെ കുറച്ച് ഒതുക്കിയിട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു. വെട്ടാൻ പോണ മുടിയല്ല, നമ്മുടെ സ്വന്തം മുടിയല്ലേ, അതിന് ചെറിയൊരു സങ്കടം. ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ബോർവെൽ കുഴിക്കണ അതേപോലത്തെ ഒരു സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ എന്താ സംഭവം എന്ന്. അങ്ങനെ നമ്മുടെ മുടിവെട്ടണ കടിയാണ്. പിന്നെ 5 തരാംസമുള്ള മുടിവെട്ടൻ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഇവിടേക്ക് തന്നെ വരുന്നത്. നമ്മുടെ പിള്ളേരാണെങ്കിലോ കയറണ വേണ്ടി ഇരിക്കുക. കാരണമൊന്നുമല്ല, ഉള്ളിലാണെങ്കിൽ ഒടുക്കത്ത തിരക്കും. ഞങ്ങൾ പിന്നെ നേരെ ഉള്ളിൽ കയറി. എന്തായാലും വന്നല്ലേ മുടിവെട്ടിട്ട് പോകാൻ അങ്ങനെ കയറി. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇരിക്കാനും സ്ഥലമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഇരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എൻ്റെ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അവിടെ മുടിവെട്ടുന്ന സീറ്റിന് വേണ്ടി തല്ലുകൂടാണ് ആൾക്കാർ. അപ്പോൾ എനിക്കാണെങ്കിൽ ആൾക്കാരുടെ മുമ്പത്ത് വീഡിയോ എടുക്കാവുന്ന ഒരു ശൈലിയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരൊക്കെ മുടിവെട്ടി അങ്ങനെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ വണ്ടിന് കാത്ത് അങ്ങനെ നിൽക്കല്ലേ. ഒരുപാട് പോസ്റ്റ് അടിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും പിന്നെ നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി നേരെ റൂമിലേക്ക്. അങ്ങനെ റൂമൊക്കെ എത്തിഞ്ഞ് നല്ലൊരു കുളി. ഈ രാത്രിയൊക്കെ കുളിക്കുന്ന സുഖം വേറെയാണ്. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നല്ലൊരു ഉറക്കം. അപ്പോൾ ശരി എന്നാ.